ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുകയാണ്. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് CPM-നെ വരിഞ്ഞു മുറുക്കുന്നു ED. രാഷ്ട്രീയ വേട്ട എന്ന് പറയുന്നു CPM. തൃശൂരിലെ CPIM അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിൽ പറയുന്നു. പാർട്ടി അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പും നിരീക്ഷിക്കുകയാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിയെടുക്കാനാണ് നീക്കം. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നു. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIM-ന്റെ പ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24-ന് കിട്ടി. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിൽ മാത്രം CPM-ന് 81-ലധികം അക്കൗണ്ടുകൾ. ഇതിൽ 99% വെളിപ്പെടുത്താത്തത്. 90-ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകൾ. ഇങ്ങനെ നീളുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിലെ വിവരങ്ങൾ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPM-ന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയാണെന്നും കത്തിലുണ്ട്. CPM-ലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചെന്ന് കണ്ടെത്തിയെന്നും ED വ്യക്തമാക്കുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കത്ത് കൈമാറി. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടി നടത്താനാണ് നീക്കം. കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നെന്ന വിവരവും കത്തിലുണ്ട്. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPM-ന്റെ പ്രവർത്തനമെന്നും നാട്ടുകാർ തെരഞ്ഞെടുപ്പിന് സമയത്ത് പണം തരുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. EDക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG, 24 കൊച്ചി. ശ്രീരാജ പറയുകയാണ്, ഇലക്ഷൻ ചൂടും പുറത്ത് പൊരിയുന്ന ചൂടും ഒരു മഴ വരുമോ ഈ അടുത്ത് എന്ന് ചോദിക്കുകയാണ്. മഴ വരുമോ ദൈവത്തിന് മാത്രം അറിയാം. ഇടയ്ക്ക് മഴ കൊണ്ടെന്ന് പറയുന്നതല്ലാതെ കാര്യമായ മഴ അങ്ങനെ കേരളത്തിൽ വ്യാപകമായി പെയ്യുന്നത് കണ്ടുന്നില്ല. എന്തായാലും ചൂട് ഒരു നിവർത്തിയില്ല. പാനൂരെ രാഷ്ട്രീയ ബോംബ്. പാനൂർ സ്ഫോടനത്തിൽ അറസ്റ്റിലായ DYFI പ്രവർത്തകന് സംരക്ഷണം തീർത്ത് CPIM. DYFI യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് MV ഗോവിന്ദൻ ന്യായീകരിക്കുകയാണ്. ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബോംബുണ്ടാക്കിയതും കൊല്ലപ്പെട്ടതും CPIM-കാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ചിരുന്ന CPIM ഒടുവിൽ ചുവടുമാറ്റി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട DYFI ഭാരവാഹികൾക്ക് സംരക്ഷണമൊരുക്കുകയാണ് CPIM. പിടിയിലായ DYFI പ്രവർത്തകൻ അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിനെത്തിയതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. CPIM-ന് ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. ക്രിമിനലുകളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ബോംബ് ഉണ്ടാക്കിയത് CPM, ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് CPM-കാരൻ, പരിക്കേറ്റത് CPM-കാരൻ, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാര്, മരിച്ചവരുടെ ശവസംസ്കാരത്തിന് പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല. അതേസമയം ബോംബ് രാഷ്ട്രീയം വടകര മണ്ഡലത്തിൽ സജീവ പ്രചാരണ വിഷയമാക്കുകയാണ് UDF. 24 കണ്ണൂർ. കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകൻ DYFI യൂണിറ്റ് സെക്രട്ടറിയായ ഷിജാൽ എന്ന് പോലീസ്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 6 പേരിൽ 2 പ്രതികൾ DYFI യൂണിറ്റ് ഭാരവാഹികളാണ്. ബോംബ് നിർമ്മിച്ചവരുമായി ബന്ധമില്ലെന്ന CPIM വാദം പൊളിക്കുന്നതാണ് പ്രതിപട്ടിക. എന്തായാലും
കണ്ണൂർ പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് കണ്ടെത്തിയ ഷിജാൽ ഇപ്പോഴും ഒളിവിൽ. ഇയാൾ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. കേസിൽ ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു ഡിവൈഎഫ്ഐ മീത്തിലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. ഇതിനകം അറസ്റ്റിലായ സായൂജ് ഡിവൈഎഫ്ഐ കടുങ്ങാംപൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി. പ്രതിപ്പട്ടികയിലുള്ള അശ്വന്ത് CITU കല്ലിക്കണ്ടി ബ്രാഞ്ച് അംഗം. പ്രതികളുടെ CPIM ഡിവൈഎഫ്ഐ ബന്ധം വെളിവാക്കുന്നതാണ് പ്രതിപ്പട്ടിക. അറസ്റ്റിലായവരിലെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ സംഭവമറിഞ്ഞ് സ്ഥലത്ത് ഓടിയെത്തിയവരെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കുറ്റവാളികളെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ഡിവൈഎഫ്ഐ. മകനെ തള്ളിപ്പറഞ്ഞ് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ പിതാവ് നാണു. CPIM ബ്രാഞ്ച് അംഗമാണ് നാണു. ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടിയുടെ ജീവിച്ചിട്ടൊന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൽ ആരെല്ലാം പെട്ടത് എല്ലാവരും ചിലത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ ശുദ്ധമുള്ള സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമാക്കേണ്ടതില്ലെന്ന് കൂത്തുപറമ്പ് MLA KP മോഹനൻ. ഞാൻ അവിടെ പോയത് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ സമാധാനിപ്പിക്കാണ്. വളരെയധികം വിഷമിച്ചിട്ടാണ് അവരൊക്കെ ഉള്ളത്. അപ്പൊ ഒന്നത്. രണ്ടാമത് വെച്ചാൽ മരണപ്പെട്ട വീട്ടിലാണ് പോകുന്നത്. എങ്ങനെ മരിച്ചു എന്നത് വേറെ. എങ്ങനെ മരിച്ചാലും എന്തായാലും അതുപോലെ തന്നെ നേതാക്കന്മാരൊന്നും പോകുന്നില്ല എന്ന് അറിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. CPIMനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം. 24 കണ്ണൂർ. അപ്പോൾ പാനൂർ സ്ഫോടനത്തിൽ അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉണ്ട് എന്ന് സംബന്ധിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. തെറ്റുകാരെന്ന് തെളിഞ്ഞാൽ അവരെ ഡിവൈഎഫ്ഐ സംരക്ഷിക്കില്ല. സ്ഫോടന വിവരം പറഞ്ഞ് ഓടിയെത്തവരുടെ കൂടെ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉണ്ടാകാം. സംഘടനാ തലത്തിൽ പരിശോധന നടത്തും എന്നും VK സനോജ് പറയുകയാണ്. എന്തായാലും പാനൂര് അത് കേവലം ഒരു ബോംബല്ല, അതൊരു രാഷ്ട്രീയ ബോംബാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ് പ്രതിപക്ഷം അത് പ്രചരണ വിഷയമാക്കുക. അതങ്ങനെ തുടരുകയാണ് കത്തൽ. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് വീണ്ടും വിവാദമാകുന്നു കേരള സ്റ്റോറി. വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു ഇടുക്കി രൂപത. 10ാം ക്ലാസ്സിലെയും +2വിലെയും കുട്ടികളെയാണ് സിനിമ കാണിച്ചത്. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമാ പ്രദർശനമെന്നായിരുന്നു രൂപതയുടെ വിശദീകരണം. സിനിമ ആര് കാണിച്ചാലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. വിവാദമായ ദി കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടക്കം രംഗത്ത് വരുന്നതിനിടെയാണ് ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത്. രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പ്രദർശനം. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം. ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്, അപകടങ്ങൾ സംഭവിക്കരുത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ട്. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ഇടുക്കി രൂപതയുടെ നിലപാട്. ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല. ആര് സിനിമ പ്രദർശിപ്പിച്ചാലും യോജിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ദൂരദർശനിൽ പോലും പബ്ലിഷ് ചെയ്തെന്ന് എഴുതി കൊടുത്ത ആളല്ലേ. 24 ഇടുക്കി. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ അതൃപ്തി അറിയിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പറയുന്നു ശോഭാ സുരേന്ദ്രൻ. ജില്ലയിലെ പ്രവർത്തനം അതിഗംഭീരമാണെന്നും തന്നെ തകർക്കാൻ നീക്കം നടക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും KC വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വികാരധീനാവുകയാണ് ശോഭാ സുരേന്ദ്രൻ. അവിടെ വളരെ കഷ്ടപ്പെട്ട ത്രികോണ മത്സരം ഉണ്ടാക്കി എന്നൊക്കെ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ. എന്തായാലും 18% വോട്ടുകൾ, കഴിഞ്ഞ തവണ 17% 1% കൂട്ടും എന്നൊക്കെയാണ് നമ്മുടെ ഇന്നലെ നമ്മൾ സംഘടിപ്പിച്ച അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ. എന്തായാലും കാര്യമായ ഒരു വലിയ ചലനം അവിടെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അഭിപ്രായ സർവേ. ഇലക്ഷൻ പോർമുഖമാണ്, ദിവസങ്ങളിൽ ബാക്കിയാണ്. പ്രചരണം തുടരട്ടെ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് കഴിയാനിരിക്കെ പൗരത്വ നിയമത്തെ ചൊല്ലി സംസ്ഥാനത്ത് LDF UDF വാക്പോര് രൂക്ഷം. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് മൗനം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്നു. എന്നാൽ CAA-യെക്കുറിച്ച് പ്രകടന പത്രികയിൽ പ്രത്യേകം പറയേണ്ടതില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിൽ കൊടികൾ ഒഴിവാക്കിയതിനെ വീണ്ടും പരിഹസിക്കുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പൗരത്വ നിയമത്തെ വിടാതെ മുന്നണികൾ പ്രകടന പത്രികയിൽ പോലും പരാമർശിക്കാതെ
കോൺഗ്രസ് മൗനം പാലിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ ചട്ടത്തെപ്പറ്റി, ആ നിയമത്തെപ്പറ്റി കോൺഗ്രസ്സുകാർക്ക് മുണ്ടാട്ടില്ല. ഇതാണ് നിലപാടില്ല കോൺഗ്രസിന് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. വെറുതെ ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയല്ല കോൺഗ്രസിന്. പ്രകടന പത്രികയിൽ CAA കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പ്രചരണ സമയത്ത് ആകെ ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ, പൗരത്വ നിയമം. എന്താ അതിന്റെ ഗുണം? ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം, അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. BJP ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ത്രാണിയാണ് വേണ്ടതെന്നും അല്ലാതെ പതാക മാറ്റുകയല്ല ചെയ്യേണ്ടതെന്നും പിണറായി വിജയൻ. കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക എടുത്തപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിൽ BJP പറഞ്ഞു പാകിസ്ഥാൻ്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത്. അപ്പം മറുപടി പറയാനുള്ള ത്രാണി വേണ്ടേ? ഇത് പാകിസ്ഥാൻ്റെ പതാകയല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയണ്ടേ? നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ, അത് പറയാൻ കഴിഞ്ഞോ? കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ ഇല്ലാതെയാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നതെന്ന് ചാണ്ടി ഉമ്മന്റെ പരിഹാസം. വസ്തുതയല്ലേ, യാഥാർത്ഥ്യം. ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്തിനാണ് അങ്ങനെ ഒഴിവാക്കുന്നത് എനിക്കറിയത്തില്ല. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം അനുവദിക്കുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. 24 തിരുവനന്തപുരം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി MLA ദുർഗേഷ് പഥക്കിന് ED സമൻസ്. അറസ്റ്റിലേക്ക് പോകുന്നുള്ള കാര്യം കണ്ടിരിക്കണം. കാരണം ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല വഹിച്ചത് ദുർഗേഷ് പഥക്കായിരുന്നു. മണിപ്പൂരിൽ സാഹചര്യം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവർക്ക് അസം ട്രിബ്യൂണൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശ വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ പാർട്ടി ഓഫീസിൽ നിന്ന് KM മാണിയുടെ ചിത്രം മാറ്റി. ഓഫീസിൽ കയറി ചിത്രം നാടകീയമായി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. KM മാണിയുടെ ഓർമ്മ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ചിത്രമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചു. സജി മഞ്ഞക്കടമ്പിൽ അതിനെക്കുറിച്ച് പറയുകയാണ് വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹത്തോടും പറഞ്ഞു, സാറേ ഇത് വലിയ സാമ്പത്തിക ഭാരമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുക്കുകയും തുടർന്ന് ഇവിടെ നമുക്കറിയാം പാലാ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നപ്പോൾ പാലായിൽ നിന്നുകൊണ്ട് ഞാൻ പോരാട്ടം നടത്തി. കോട്ടയം ജില്ലയിൽ ഉടനീളം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ ഞാൻ എൻ്റെ പോക്കറ്റിലെ പണമെടുത്താൻ ഞാൻ ഓടിയത്. ഇവിടെ നിങ്ങൾ പരിശോധിക്കും, മറ്റേ പാർട്ടിയുടെയൊക്കെ ജില്ലാ പ്രസിഡന്റുമാർക്ക് അവർക്കൊക്കെ വണ്ടിയുണ്ട്, ഡീസലുണ്ട്, ഡ്രൈവറുണ്ട്. സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡീസലും ഇല്ല, വണ്ടിയില്ല, ഡ്രൈവറും ഇല്ല, ഇതൊന്നും ഞാൻ ചോദിച്ചുമില്ല. ഇല്ലാതെ തന്നെ ഞാൻ ഈ ജില്ലയിൽ ഉടനീളം ഓടി നടന്നുകൊണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ ഇടപെടുകയും അതോടൊപ്പം സമരപരിപാടികൾ നമുക്കറിയാം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ 14 ജില്ല പരിശോധിക്കട്ടെ, ഞാൻ മോൻസിനെ വെല്ലുവിളിക്കുക. കോട്ടയം ജില്ലയിൽ നടന്ന പരിപാടിയെ പോലെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ തെളിയിക്കുകയാണെങ്കിൽ മോൻസ് പറയുന്ന പണി ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് കോട്ടയം റബ്ബർ മാർച്ച് നിങ്ങൾ ഓർക്കണം, പാലായിൽ നടന്ന ജില്ലാ ക്യാമ്പ് നിങ്ങളൊക്കെ കണ്ടതാ. 400ഓളം പേര് പങ്കെടുത്ത ഒരു ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ജോസഫ്. അപ്പോൾ അവിടെ സജി മഞ്ഞക്കടമ്പിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കുക ഇന്നലെ ആലോചനയൊക്കെ നടന്നു. പക്ഷേ അതൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു. മഞ്ഞക്കടമ്പിൽ പ്രകോപിതന് ഇടഞ്ഞു തന്നെയാണ്. അത് മോൻസിൻ്റെ വാണിയല്ല, എൻ്റെ വാണിയാണ് എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. അല്ലാതെ ആദരാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ വേറെ ചിത്രമായി പറ്റൂലേ. അപ്പോൾ അവിടെ അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ കലുഷിതമായ മഞ്ഞക്കടമ്പിലെ രാജിയോടുകൂടി അവിടെ അങ്ങനെ തുടരും. നമ്മുടെ 24 പ്രീപോൾ സർവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പിൾ സൈസിൽ പ്രീപോൾ സർവേ തുടരുകയാണ്. ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്നലെ 4 മണ്ഡലങ്ങൾ നമ്മൾ നോക്കി. അതിൽ 2-2 ഒപ്പത്തിനൊപ്പം 2 LDF 2 UDF എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് ഇപ്പോൾ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ പൊന്നാനി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മുൻതൂക്കം എന്ന് പറയുമ്പോൾ പോലും ടൈറ്റ് ഫൈറ്റിൻ്റെ സാഹചര്യം തന്നെയാണ് ബാക്കി 3 സ്ഥലം, പൊന്നാനി ഒഴികെയുള്ള ബാക്കി 3 സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മുടെ പ്രീപോൾ സർവേ തുടരുകയാണ്, ഇന്നും തുടരും. എന്തായാലും 24 പ്രീപോൾ സർവേ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തിയെന്ന് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V ജോയ് പറയുന്നു. വോട്ടെണ്ണി കഴിയുമ്പോൾ 24 പ്രവചനം യാഥാർത്ഥ്യമാകും. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം ഇപ്പോഴില്ലെന്നും V ജോയ് 24നോട് പറഞ്ഞു. 24 തികച്ചും ജനാധിപത്യപരമായി അത് കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24-നുള്ളൊരു പ്രത്യേക കഴിവും അതാണെന്ന് തോന്നുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് പോയി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. 24-ന്റെ സർവേ വോട്ടെണ്ണി കഴിയുമ്പോൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടും.
അത് ജനങ്ങളുടെ ആത്മവിശ്വാസം അതാണ് കാണിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോട് എടുക്കുന്ന സമീപനം അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് ആറ്റിങ്ങലിൽ നെറ്റിനൊക്കെ പോരാട്ടമാണെങ്കിലും വി ജോയ്ക്ക് നേരിയ മുൻതൂക്കം സർവേ. അപ്പോൾ സ്വാഭാവികമായും അത് വി ജോയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. സന്തോഷമില്ലാത്തവരുണ്ട് കേട്ടോ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആസൂത്രിതമായി ഉണ്ടാക്കിയ സർവേ എന്നാണ്. മൂന്നാമതെന്നാണ് സർവേയിൽ പറയുന്നത്. സർവേയെപ്പറ്റി ചാനൽ റിപ്പോർട്ടർ തന്നെ രാവിലെ വന്ന് എന്നോട് ചോദിച്ചു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. നമ്മുടെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മൂന്നാമത് ആകും എന്നായിരുന്നു സർവേ. സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ ജയിക്കുമെന്ന് പ്രവചനമുള്ള സ്ഥാനാർത്ഥികൾക്ക് സന്തോഷം ഉണ്ടാവുകയും തോറ്റു എന്ന് എന്താണ് പ്രവചനമുള്ള സ്ഥാനാർത്ഥികൾക്ക് സങ്കടം ഉണ്ടാവുകയും നിരാശ ഉണ്ടാവുകയും ദേഷ്യം ഉണ്ടാവുകയും അമർഷം ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്ന് പറയുമ്പോൾ തന്നെ പിന്നിലാണ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒന്നുകൂടി കച്ചമുറുക്കി ഇറങ്ങാനുള്ള ഒരു അവസരം, ഒരു വിലയിരുത്തൽ കൂടിയാണ് സർവേ എന്നുകൂടി സ്ഥാനാർത്ഥികൾ മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ, നമ്മുടെ സർവേയുടെ അഭിപ്രായങ്ങൾ പല തരത്തിൽ പല രീതിയിൽ വരുന്നുണ്ട്. ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിച്ച മുന്നണികൾ. തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി ഡി കെ ശിവകുമാർ പ്രചാരണത്തിനിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആഞ്ഞടിച്ചു. ഒല്ലൂരിലെ പൊതുസമ്മേളന വേദിയിൽ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഴിച്ചുമാറ്റിയത് പ്രവർത്തകർ തടഞ്ഞു. പ്രധാനമന്ത്രിയെ തന്നെ തൃശൂരിലെത്തിക്കാൻ BJP ഒരുങ്ങുന്നതിനിടയിലാണ് സ്റ്റാർ പ്രചാരകനായ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കളത്തിലിറക്കിയുള്ള കോൺഗ്രസ് പ്രചാരണം. താരപ്രചാരകന്റെ വരവിൽ കോൺഗ്രസ് പ്രവർത്തകരും ഇളകി മറിഞ്ഞു. പിന്നാലെ പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡി കെ ശിവകുമാർ ആഞ്ഞടിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വരെ ED വേട്ടയാടുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടുന്നില്ലെന്നായിരുന്നു വിമർശനം. One chief minister in this country who is free, who is having an understanding with the BJP, one coin with two faces, that is your Kerala chief minister and his family. They have not touched him. കർണാടകത്തിൽ BJP-ക്കൊപ്പം നിൽക്കുന്ന JDS കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പമെന്നും ഡി കെ ശിവകുമാർ വിമർശിച്ചു. Janata has already been associated, merged and joined the NDA. I am asking the Honorable Chief Minister of Kerala, why you have not dismissed or disqualified your Power Minister who is a part of the NDA alliance? അതിനിടെ ഡി കെ ശിവകുമാറിന്റെ പരിപാടിയോടനുബന്ധിച്ച് കെട്ടിയ കൊടിതോരണങ്ങൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചത് തർക്കങ്ങൾക്കിടയാക്കി. 24 തൃശൂർ. അപ്പോൾ നമ്മുടെ സർവേയെക്കുറിച്ചുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. അത്രത്തോളം ചർച്ചയാവുന്ന ഒരു അഭിപ്രായ സർവേ. പിന്നെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ അഭിപ്രായ സർവേയിൽ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ യാതൊരു ടേക്കും എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇത് ഓരോ മണ്ഡലത്തിലും 1000-ലധികം 1005, 1010 എന്നു കണക്കിൽ 20,000-ലധികം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന സർവേയാണ്. അതിൽ നിന്ന് വരുന്ന കണക്കുകൾ അങ്ങനെ ക്രോഡീകരിച്ച് ഉണ്ടാകുന്നതാണ്. അതിൽ എറർ ഫാക്ടർ ഇല്ല എന്നുള്ളതല്ല, 100% സത്യമാകുന്ന ഒരു സർവേയും ഇല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പല മണ്ഡലങ്ങളും നല്ല കട്ട ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് എന്നുള്ള കാര്യം സർവേയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു വാർത്തയിലേക്ക്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവ്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് CBIക്ക് വിട്ടത്. ഈ കേസിലെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചെന്നുള്ള ഹൈറിച്ച് സംഘത്തിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഷഫീദ് റാവുത്തർ ഒരു ചേരുന്നു. ഷഫീദ്, പ്രോസിക്യൂട്ടറെ 5 കോടി കൊടുത്തു എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അതടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ടോ? ഇതിന്റെ കേസിന്റെ അട്ടിമറി നീക്കങ്ങൾ അടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാമോ ഷഫീദ്? ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട അട്ടിമറി ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അത് സജീവമായി ഇപ്പോൾ ചർച്ചയാകുന്നതിനിടെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗൂഢനീക്കം അത് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത്. ഇതടക്കം ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ ഈ കേസ് CBIക്ക് വിട്ടുള്ള സർക്കാർ ഉത്തരവും പുറത്തു വരുന്നത്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് CBIക്ക് വിടുന്നത്. സർക്കാർ നടപടികൾ അതീവ രഹസ്യമായി പുരോഗമിക്കുകയാണ്. പെർഫോമ റിപ്പോർട്ട് അടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി എക്കണോമിക് ഒഫൻസ് വിംഗിലെ DYSPയെ നിയോഗിച്ചു. അടിയന്തരമായി വിമാനമാർഗം രേഖകൾ ഡൽഹിയിൽ എത്തിക്കാനാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുള്ള ഉത്തരവിറങ്ങിയത് ഈ മാസം 5-ന് എന്നുള്ളതും നിർണായകമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി മാറുന്നുണ്ട്. നിലവിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം അടക്കം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി 3141 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചു എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ച കാര്യം. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്നെ ആദ്യഘട്ടത്തിൽ പോലീസും പിന്നാലെ EDയും ഈ പ്രതാപൻ, സീന എന്നിവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അതടക്കം അട്ടിമറിച്ചു എന്നുള്ള ആരോപണമാണ് പിന്നീട് ഉയർന്നത്. ഹഷ്മി.
ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരം. എന്ന് പറഞ്ഞാൽ 5 കോടി അടക്കം പിരിച്ച് പൈസ കൊടുത്തു. സത്യമാണോ എന്നറിയില്ല. ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതാണ്. അത് മാത്രമല്ല, കേസില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാനുള്ള ഏജന്റുമാർ പ്രവർത്തിക്കുന്നു. അപ്പോൾ പോലീസ് കേസ് ഇല്ലാതായാൽ സ്വാഭാവികം ED കേസ് ഇല്ലാതാക്കുമെന്നുള്ള കുരുട്ടുബുദ്ധിയിൽ കൂടിയാണ് നീക്കമെന്നൊക്കെ അറിയുന്നു. എന്തായാലും ആ കേസ് CBIയിലേക്ക് പോവുകയാണ്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കഠിന പ്രയത്നത്തിലാണ് എല്ലാവരും. അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ഇനി 8 നാൾ മാത്രമാണ് ബാക്കി ഉള്ളത്. പണം ഇനിയും കുറച്ചുകൂടി വരാനുണ്ട്. $34 കോടി രൂപയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിനായി വേണ്ടത്. അവശേഷിക്കുന്നത് 8 ദിവസം മാത്രം. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജനകീയ കൂട്ടായ്മ. ഏപ്രിൽ 16 ഇതിന്റെ അവസാന ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ ഈ വലിയ ഒരു സംഖ്യ സ്വരൂപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിന് വളരെയധികം സഹായകമായി മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആളുകളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. മോചനത്തുകയുടെ 10% പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബത്തിനായി സൗദിയിൽ പോയ അബ്ദുറഹീം 18 വർഷം മുൻപാണ് കേസിൽ അകപ്പെട്ടത്. മകന്റെ തിരിച്ചുവരവിനുള്ള തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മാതാവ് ഫാത്തിമ. 24 കോഴിക്കോട്. ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ കണ്ണുനീർ, മകൻ്റെ ജീവനുണ്ട് അമ്മയുടെ കണ്ണുനീർ മുഖവിലേക്ക് എടുക്കാവുന്നതാണ്, എടുക്കേണ്ടതാണ്. നമ്മളാൽ കഴിയുന്ന ചെറിയ തുകയാണെങ്കിൽ ആ തുക ആ അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊരിക്കൽ കൂടി. ഒരു ജീവൻ്റെ വിലയല്ലേ. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ ഇളവ് വരുത്താനാകുമോ എന്ന് പരിശോധിക്കുന്നതായി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഒമാൻ അംബാസിഡറുമായി സംസാരിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രൈം മിനിസ്റ്റർക്കും അതിന്റെ മെറ്റീരിയൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളിലൊരു അവിടെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള നിയമപരമായ സാഹചര്യം ഇലക്ഷന്റെ പശ്ചാത്തലത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ രാത്രി വിളിക്കുന്ന സമയത്ത് സംസാരിക്കുകയോ ചെയ്യും. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശ്രീരാജ് ചോദിക്കുന്നു, ഹാഷ്മി സർവേ നടത്താൻ ചിലവ് എത്രയായി? ദമ്പടി പൊട്ടിയിട്ടുണ്ടെന്ന് കുറച്ച് പൈസ അങ്ങോട്ട് ഇറക്കി, പണം പോയി പവർ വരട്ടെ. ഇലക്ഷൻ കാലമല്ലേ, അപ്പോൾ നമ്മൾ നടത്തുമ്പോൾ ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് നടത്തണം. അപ്പോൾ നല്ല ഭംഗിയെ നടത്തിയിട്ടുണ്ട്. കാശ് ഇറക്കിയുള്ള പരിപാടിയാണ്. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് അന്വേഷണ സംഘം. മരണത്തിൽ മറ്റൊരാളുടെ ഇടപെടലിന് തെളിവില്ലെന്നാണ് വിലയിരുത്തൽ. നവീന്റെയും ദേവിയുടെയും ആര്യയുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കടുത്ത അന്ധവിശ്വാസം പിന്തുടർന്നത് നവീനാണെന്നാണ് പോലീസ് നിഗമനം. പിന്നീട് ദേവിയും ആര്യയും ഇയാൾ പറയുന്നത് വിശ്വസിക്കുകയായിരുന്നു. മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന ആളായിരുന്നു ആര്യ. ഇതാകാം നവീന് സഹായകരമായതെന്നും പോലീസ് കരുതുന്നു. 7 വർഷമായി നവീൻ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായി. ലോകത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിലെത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നുവെന്ന് പോലീസിന് ലഭിച്ച തെളിവുകളിലുണ്ട്. ചാറ്റുകളുടെ രൂപത്തിലാണ് ഇത് ലഭിച്ചിരുന്നത്. മറ്റാരുടെയും ഇടപെടലിന് നിലവിൽ തെളിവില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. അതേസമയം ആര്യയുമായി ബന്ധപ്പെട്ട മെയിലുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ ഗൂഗിൾ അന്വേഷണ സംഘത്തിന് കൈമാറും. 24 തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ മാതാവ് തീ കൊളുത്തിയ മക്കളിൽ ഒരാൾ മരിച്ചു. തൊടിയൂരിൽ സ്വദേശി അനാമികയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അനാമികയുടെ സഹോദരൻ ആറു ചികിത്സയിൽ തുടരുകയുമാണ്. മാർച്ച് 5 തൊടിയൂർ സ്വദേശി അർച്ചന മക്കളായ അനാമികയും അരവിന്ദിനെയും തീ കൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. കുട്ടികളുടെ നിലവിളി കേട്ട് വാതിൽ തകർത്ത് അകത്ത് കിടന്ന നാട്ടുകാർ മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അർച്ചന സംഭവ ദിവസം തന്നെ മരിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ 7 വയസ്സുകാരി അനാമിക, 2 വയസ്സുകാരൻ ആരവ് എന്നിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അനാമികയുടെ മരണം സംഭവിച്ചത്. സഹോദരൻ ആരവ് ചികിത്സയിൽ തുടരുകയാണ്. അർച്ചനയുടെ ഭർത്താവ് മനു പെയിന്റിംഗ് തൊഴിലാളിയാണ്. കുടുംബ പ്രശ്നങ്ങളായിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ. 24 കൊല്ലം. അങ്ങേയറ്റം സങ്കടകരമായ, മനസ്സാക്ഷിയെ നോവിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്തായാലും ആരെങ്കിലും പൂർണ്ണാരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയുമാണ്. ഇന്ന് അപകടങ്ങളുടെ വല്ലാത്തൊരു ദിവസമാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 5 മരണമാണ്. തിരുവനന്തപുരത്ത് 2 അപകടങ്ങളിലായി 3 പേരും, എറണാകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കളും മരിച്ചു. തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് 5 പേരുടെ ജീവനെടുത്ത അപകടങ്ങൾ.
തിരുവനന്തപുരം തമ്പുരാൻമുക്കിൽ പുലർച്ചെ 3 മണിയോടെയുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കഴക്കൂട്ടം ഭാഗത്തേക്ക് അമിതവേഗത്തിലെത്തിയ ഇരുചക്രവാഹനം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനടയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയേറ്റ് തെറിച്ചു വീണ സുനീഷും ബൈക്ക് ഓടിച്ച മണക്കാട് സ്വദേശി അൽജാസിറുമാണ് മരിച്ചത്. ബൈക്കിൽ അൽജാസിറിനൊപ്പമുണ്ടായിരുന്ന അൽ അമാൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വർക്കലയിൽ ഇരുചക്രവാഹനത്തിൽ സ്വകാര്യ ബസ്സിടിച്ച് വീട്ടമ്മയും മരിച്ചു. അഞ്ചുതെങ്ങ് കോവിൽത്തോട്ടം സ്വദേശി പ്രതിഭയാണ് മരിച്ചത്. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ അപകടത്തിൽ പിതാവും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർക്കല വെഞ്ഞാറമ്മൂട് റൂട്ടിലോടുന്ന ഹബീബി എന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലാണ്. തൃപ്പൂണിത്തുറയിലുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശികളായ ജോയൽ ജോൺ ആന്റണി, ഇൻസാം എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെ ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നടത്തുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പൂക്കോടെത്തും. 4 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്താണ് തെളിവെടുപ്പ്. കേസിൽ CBI അന്വേഷണം തുടരുകയുമാണ്. നാളെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തലാണ്. ഇന്ന് വൈകിട്ടോടെയായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് ക്യാമ്പസിലെത്തുക. അധ്യാപകരോടും അനധ്യാപകരോടും വിവരങ്ങൾ ആരായും. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തും. ഇതിനുശേഷമാകും സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കുക. അതേസമയം കേസിൽ CBI അന്വേഷണം തുടരുകയാണ്. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്ത ഹോസ്റ്റൽ മുറികളും സംഘം ഇന്നലെ പരിശോധിച്ചു. കൂടുതൽ മലയാളി ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ CBI സംഘത്തിന്റെ ഭാഗമാകും. സിദ്ധാർത്ഥന്റെ ബന്ധുക്കളോട് നാളെ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത 20 പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ കേസിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് CBI FIR-ൽ സൂചിപ്പിക്കുന്നത്. 24 വയനാട്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ BJPക്കെതിരെ ആക്രമണം കടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വാക്കുകൊണ്ട് ആക്രമണം ആം ആദ്മി പാർട്ടി. രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടി BJP എന്ന് ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് ആരോപിച്ചു. എന്ന് പറഞ്ഞാൽ BJP അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തുന്നത് ബിൻ ലാദൻ അഹിംസയെക്കുറിച്ച് പറയുന്നത് പോലെയാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന് സഞ്ജയ് സിംഗ് തുടക്കം കുറിച്ചു. എന്ന് പറഞ്ഞാൽ ജയിലിനുള്ള മറുപടി വോട്ടിലൂടെ എന്നൊരു മുദ്രാവാക്യം പോലും അവർ ഈ പ്രത്യേക സാഹചര്യത്തിൽ തൊടുത്തുവിടുകയാണ്. ഇലക്ടോറൽ ബോണ്ടുകളുടെ പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ BJP ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന ആം ആദ്മി പാർട്ടി ആരോപിച്ചു. BJPക്ക് കോടികൾ സംഭാവന നൽകിയ കമ്പനികളുടെ പേരുകൾ നിരത്തിയ സഞ്ജയ് സിംഗ് 1 രൂപ പോലും ലാഭമുണ്ടാക്കാത്ത, നികുതി അടയ്ക്കാത്ത കമ്പനികൾ BJPക്ക് കോടികൾ എങ്ങനെ നൽകിയെന്ന് ചോദിച്ചു. पर्दे के पीछे देश की जनता से छिपाकर हजारों लाखों करोड़ का भ्रष्टाचार देश की मोदी सरकार ने किया है, भारतीय जनता पार्टी की सरकार ने किया है. इसका खुलासा आपके सामने करना चाहता हूं. BJP അഴിമതിയെക്കുറിച്ച് പറയുന്നത് ഒസാമ ബിൻ ലാദൻ അഹിംസയെക്കുറിച്ച് പറയുന്നത് പോലെയെന്ന് സഞ്ജയ് സിംഗ് പരിഹസിച്ചു. BJPയുടെ അഴിമതിയിൽ കേന്ദ്ര ഏജൻസികൾ മൗനം പാലിക്കുന്നുവെന്നും ഇലക്ട്രോറൽ ബോണ്ട് അഴിമതി ED അന്വേഷിക്കണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. ഇലക്ട്രോറൽ ബോണ്ടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റ് മുഖ്യ വിഷയമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. 24 ഡൽഹി. അപ്പോൾ സമരം നടത്തി സമരത്തിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ സമരത്തിലൂടെ ജനിച്ചു വീണ് സമരത്തിലൂടെ വളർന്ന് സമരത്തിലൂടെ അധികാരം പറ്റി അധികാരത്തിലിരിക്കുമ്പോഴും സമരം നടത്തിയ പാർട്ടിയെ സമരം നടത്താൻ ആരും പഠിപ്പിക്കേണ്ടതില്ല. അത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും. ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നേരിട്ട് കാണാനാവുള്ളൂ എങ്കിലും നാസയുടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അതിലൂടെ ലോകത്തിന് മുഴുവൻ ദൃശ്യമാകും. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുന്നു. അമേരിക്കയിൽ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള 12 സംസ്ഥാനങ്ങളിൽ ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. കൊളംബിയ, സ്പെയിൻ, ബ്രിട്ടൻ, ഐസ്ലാൻഡ്, പോർച്ചുഗൽ, ചില കരീബിയൻ രാജ്യങ്ങളിലും ഭാഗികമായി സൂര്യഗ്രഹണം കാണുവാൻ സാധിക്കും. 50 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഈ സമയത്ത് പൂർണ്ണഗ്രഹണം കാണാനാകുന്ന രാജ്യങ്ങളിൽ സൂര്യൻ പൂർണ്ണമായും മറയുന്നു. ഈ സമയത്ത് നേരം പുലരുമ്പോഴും അതുപോലെ സന്ധ്യാസമയത്തെയും പോലെ ആകാശം കാണപ്പെടും. ആകാശം മേഘാവൃതമല്ലെങ്കിൽ ഗ്രഹണം നടക്കുമ്പോൾ സൂര്യൻ്റെ കൊറോണ അല്ലെങ്കിൽ പുറമേയുള്ള മണ്ഡലവും ദൃശ്യമാകും. ഏപ്രിൽ 8 ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് ശേഷം 13 മിനിറ്റ് മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2 മണിക്ക് ശേഷം 22 മിനിറ്റ് വരെയാണ്
വിവിധ ഇടങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെ സൂര്യഗ്രഹണം കാണുവാൻ സാധിക്കും. സമ്പൂർണ്ണ സൂര്യഗ്രഹണം വീക്ഷിക്കാവുന്ന നാസയുടെ ഒഹായോയിലെ ഗ്ലെൻ റിസർച്ച് സെന്ററിൽ നിന്ന് ലൈവ് സംപ്രേഷണവും ഉണ്ടായിരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. അപ്പോൾ നമുക്കെന്തായാലും അങ്ങനെ പൂർണ്ണമായി ഇരുട്ടിലാവുന്ന അപൂർവ പ്രതിഭാസം കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അനുഭവദ്യമാകില്ലെങ്കിൽ കൂടിയും ലൈവ് സ്ട്രീമിലൂടെ കാണാൻ പറ്റും. രാത്രിയാണ്, അതുകൊണ്ട് നമുക്കത് പൂർണ്ണതോതിൽ അനുഭവദ്യമാകില്ല. അതായത് ഇവിടെ തോമസ് കുട്ടി കലഞ്ഞൂർ ചോദിക്കുന്ന ഹജാരോ ലാക്കോ കറോഡ്, അത് എത്രയാണ് എന്ന് പറഞ്ഞാൽ ഹസാരോ ലാക്കോ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടികൾ എന്നാണ് പറയുന്നത്. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 2 ഗഡുകൾ കൂടിയാണ് വിതരണം ചെയ്യുക. കഴിഞ്ഞ മാസം 1 ഗഡു കിട്ടിയിരുന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക കിട്ടും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിക്കുന്നുണ്ട്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 24 പറയുന്നു, CPM-ന്റെ ശക്തി കേന്ദ്രത്തിലെ ബോംബ് നിർമ്മാണം പാർട്ടി അറിവോടെയാണ്. ബോംബ് നിർമ്മാണം പ്രാദേശിക തലത്തിൽ എടുക്കാവുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ വിഷയമാക്കുന്നു വടകരയിൽ UDF. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നലെ വടകര അവിടെ KK ശൈലജയ്ക്കാണ് നേരിയ എഡ്ജ് എന്ന പ്രീപോൾ സർവേയെക്കുറിച്ച് പറയുന്നത്. സർവേയിൽ അങ്ങനെയാകാം, ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല. ജനങ്ങളുടെ പ്രതികരണമാണ് വലുത്. ജയിക്കാൻ കഴിയുമെന്നതിൽ ആത്മവിശ്വാസമുണ്ട് എന്നുകൂടി നമ്മുടെ പ്രീപോൾ സർവേയോട് പ്രതികരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. കാസർഗോഡ് പെരുന്നാൾ അടുത്തതോടെ മൈലാഞ്ചിക്ക് ആവശ്യക്കാരേറെയാണ്. മൈലാഞ്ചി വിൽക്കുന്ന ഫാൻസി സ്റ്റോറുകളിൽ വലിയ തിരക്കുണ്ട്. 20 രൂപയിൽ തുടങ്ങുന്നു മൈലാഞ്ചിയുടെ വില. കളിയും ചിരിയുമായി ഇങ്ങനൊരു കൂട്ടം റമദാൻ നാളുകളിൽ സജീവമാണ്. പെരുന്നാളിന് ചന്തമേകാൻ മെഹന്തി അണിയുന്ന മൊഞ്ചത്തികൾ. രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെയാണ് ജില്ലയിലേക്ക് മൈലാഞ്ചി പൊടി എത്തുന്നത്. റമദാൻ വിപണി കണക്കാക്കി കച്ചവടക്കാർ മൈലാഞ്ചി നേരത്തെ തയ്യാറാക്കി വയ്ക്കും. ഞങ്ങളിപ്പോൾ 3 തരം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗണ്, ഒരു റെഡ് നെയിലേക്കാണ്, പിന്നെ ഞങ്ങൾ നോർമൽ മൈലാഞ്ചി കൈ ഓർഗാനിക്, അത് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ 3 എണ്ണം ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. മായമില്ലാത്ത മൈലാഞ്ചി നോക്കിയാണ് ആവശ്യക്കാർ ഏറെയും എത്തുക. നമ്മളെപ്പോഴും കുറേ വർഷം ഇവിടുത്തെ മൈലാഞ്ചി വാങ്ങുന്നത് നല്ല മൈലാഞ്ചിയാണ്. ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മൈലാഞ്ചിക്ക് നന്നായിട്ട് ഈട് നിൽക്കും. നന്നായിട്ട് ഈട് നിൽക്കുന്ന ഒരു മൈലാഞ്ചിയാണ്. കാരണം പെട്ടെന്ന് ഇട്ടാൽ ഇത് പോകുന്ന മൈലാഞ്ചി അല്ല ഇവിടുത്തത്. ഒരു ദിവസം 5000 മൈലാഞ്ചി വരെ ഓരോ കടകളിലും വിൽപ്പന നടത്തുന്നുണ്ട്. ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വയിലൊരു മാലിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിൽ അലയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. 24 കാസർഗോഡ്. ഇന്നത്തെ നോമ്പുതുറ സമയം കാണാം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പോകുന്നു. മാർക്കറ്റ് വ്യൂ ക്രിസ്റ്റീന ചെറിയാൻ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. പുതുചരിത്രം കുറിച്ച് ദലാൽ സ്ട്രീറ്റ്, സർവകാല റെക്കോർഡ് തിരുത്തി സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് ആദ്യമായി 74,700 കടന്നു. 9 മാസം കൊണ്ട് വിപണി മൂല്യത്തിലെ വർധന 100 ലക്ഷം കോടി. ചരിത്രത്തിൽ ആദ്യമായി ബോംബെ ഓഹരി സൂചികയിലെ ആസ്തി 400 ലക്ഷം കോടി കടന്നു. ഓട്ടോ ഓഹരികൾക്ക് വൻ നേട്ടം.
വീണ്ടും സർവകാല റെക്കോർഡിലെത്തി സ്വർണ്ണവില. റെക്കോർഡ് തിരുത്തുന്നത് ഈ മാസം 3ാം തവണ. പവന് 240 രൂപ കൂടി 52,520 രൂപയും ഗ്രാമിന് 30 രൂപ ഉയർന്ന് 6,565 രൂപയുമായി. ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 60,000 രൂപയോളം മുടക്കണം. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് $2,300 കടന്നു. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന സൂചനയും ചൈനയിലെ ഡിമാൻഡ് കൂടിയതും വില കൂടാനിടയാക്കി. രാജ്യത്ത് മൊബൈൽ വാലറ്റുകൾ വഴിയുള്ള പണമിടപാടുകളിൽ വൻ കുതിച്ചുചാട്ടം. 2019നും 2023നും ഇടയിൽ മൊബൈൽ വാലറ്റ് ഇടപാടുകളിൽ രേഖപ്പെടുത്തിയത് 72.1% വർധനയെന്ന് ഗ്ലോബൽ ഡേറ്റ റിപ്പോർട്ട്. 2028ഓടെ ഇടപാടുകളുടെ മൂല്യം 531 ലക്ഷം കോടി കവിയുമെന്നും ലണ്ടൻ ആസ്ഥാനമായ ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനം. യാത്രാവാഹന വിൽപ്പനയിൽ രാജ്യത്ത് പുത്തൻ റെക്കോർഡ്. 2023 സാമ്പത്തിക വർഷത്തിൽ വിറ്റഴിച്ചത് 39,48,143 യൂണിറ്റുകളെന്ന് ഫാഡ. വാഹന വിപണിയിലെ SUVകളുടെ വിഹിതം 50%മായെന്നും കണക്കുകൾ. മികച്ച വാഹനങ്ങളുടെ വിൽപ്പന, ആകർഷകമായ പുതിയ മോഡലുകളുടെ ലഭ്യത, ഇലക്ട്രിക് വാഹന നയം എന്നിവ അനുകൂലമായെന്ന് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. AI ബ്രൗസിംഗ് കാലത്തേക്ക് സജ്ജമാകാൻ ടെക് ഭീമന്മാർ. ബ്രൗസറുകൾ മികച്ചതാക്കാൻ മൈക്രോസോഫ്റ്റും ഗൂഗിളും. ഹെൽപ് മീ റൈറ്റ് ഫീച്ചർ ക്രോമിന്റെ കരുത്തുകൂട്ടുന്നുവെന്ന റിപ്പോർട്ട്. ഐഫോൺ തെരച്ചിൽ വേഗത്തിലാക്കാൻ ബ്രൗസ് ഫോർ മീ. എന്തായാലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ ആ മുന്നേറ്റം, അമേരിക്കൻ വിപണികളിലെ മുന്നേറ്റം, അത് ഇന്ത്യൻ വിപണികളെ ഏറെ തുണച്ച ഒരു ദിവസമാണ്. ഇന്ന് റെക്കോർഡ് കടന്ന് കുതിപ്പിലായിരുന്നു ദലാൽ സ്ട്രീറ്റ്. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് സർവകാല റെക്കോർഡ് ഭേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ സർവകാല റെക്കോർഡ് എന്ന് പറയുന്ന ആ പോയിന്റിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നതെന്ന് നിക്ഷേപകർക്ക് വലിയ സന്തോഷമുള്ള വാർത്തയാണ്. അതുപോലെ ആദ്യമായി BSEയിലെ ഓഹരി മൂല്യം എന്ന് പറയുന്നത് 400 ലക്ഷം കോടി കടന്നു. ഇത് ഒരു 100 ലക്ഷം കോടി ക്രൂസ് ചെയ്യാനായിട്ട് വെറും 9 മാസമാണ് എടുത്തത്. കഴിഞ്ഞ ജൂലൈ 5-ാം തീയതിയാണ് ഈ 300 ലക്ഷം കോടി എന്ന പോയിന്റ് കടന്നിരുന്നത്. അപ്പോൾ ഇവിടെ ദേശീയ ഓഹരി വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ 157 പോയിന്റ് ഉയർന്ന് 22,670 എന്ന റെക്കോർഡ് നിലയിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. ബാങ്ക് ഓഹരികളും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും വളരെ നേട്ടത്തിലാണ്. ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 492 പോയിന്റ് ഉയർന്ന് 74,739 എന്ന റെക്കോർഡ് നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ വിപണിയുടെ വിശദാംശങ്ങൾ പറയുന്നതിനായി ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS നമ്മോടൊപ്പമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും രണ്ട് വിപണികളും, ദേശീയ ഓഹരി വിപണിയും ബോംബെ ഓഹരി സൂചികയും റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് എത്ര സമയം നിലനിൽക്കും? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. മാർക്കറ്റ് ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് തന്നെ മാർക്കറ്റ് പതുക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു. അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 22,697 ലെവൽ വരെ കയറി. അതിനുശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. എന്നാലും അതിനകത്ത് ഒരു സെല്ലിംഗ് എന്ന് പറയാനില്ല, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ബൈയിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഉയർന്ന് തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. നാളെയും മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കാനാണ് സാധ്യത. ഈ ആഴ്ചയിൽ നമുക്കൊരു ഹോളിഡേ ഉണ്ട്. വ്യാഴാഴ്ച ട്രേഡിംഗ് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഈ ആഴ്ച 4 ട്രേഡിംഗ് ഡേയ്സേ ഉള്ളൂ. മാർക്കറ്റ് ഇന്നും നാളെയും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത. ഇന്ന് കേരള കമ്പനികളായ താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മണിപ്പൂർ വിഷയത്തിൽ കുറിച്ച് മൗനം വെടിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സാഹചര്യം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുവെന്നാണ് പ്രതികരണം. അസം ട്രിബ്യൂൺ എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നുങ്കണി. ബൽറാം, അന്ന് അവിടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച, നഗ്നരാക്കി ബലാത്സംഗം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിനെ തുടർന്നാണ് ആദ്യമായി പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ഒരു പ്രതികരണം, കുറച്ച് മാത്രമുള്ളൊരു പ്രതികരണം വന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഇതിപ്പോൾ ഏത് രീതിയിൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു മണിപ്പൂർ കത്തിയപ്പോൾ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്? വിശദമായി പറയുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, നേരത്തെ മണിപ്പൂരിൽ സാഹചര്യം അതീവ രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ ദിവസങ്ങളോളം പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയും തുടർന്ന് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി വിഷയം സംസാരിച്ചുവെങ്കിലും പ്രചരണ വേദികളിൽ എവിടെയും അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല.
അസം ട്രിബ്യൂൺ എന്ന അസമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത്. മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യവും അവിടെ കൊണ്ടുവന്ന വികസന പദ്ധതികളും കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പമാണ് മണിപ്പൂരിലെ സാഹചര്യവും പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായാണ് കൈകാര്യം ചെയ്തത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിന്റെ സംയോജിതമായ ഇടപെടലിലാണ് മണിപ്പൂരിനെ രക്ഷിച്ചതെന്നും മണിപ്പൂർ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ നടപടികളെ പ്രകീർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. 15 യോഗങ്ങൾ ആഭ്യന്തരമന്ത്രി ചേർന്നു എന്നും ഒപ്പം തന്നെ മണിപ്പൂർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും സംഘർഷം പരിഹരിക്കുന്നതിനായി കഴിയാവുന്നതിൽ ഏറ്റവും മികച്ച ഭരണ സംവിധാനങ്ങളും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറയുന്നു. ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ വ്യക്തം. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രീപോൾ സർവേയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ സർവേയോട് പ്രതികരിച്ച അടൂർ പ്രകാശ്. പ്രീപോൾ സർവേ മാധ്യമപ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ വോട്ടർമാർ സത്യം പറയില്ല എന്ന് പറയുകയാണ് വി മുരളീധരൻ. അപ്പോൾ ആറ്റിങ്ങലിലെ 3 പേരുടെയും പ്രതികരണം വരുന്നുണ്ട്. വി ജോയ് സന്തുഷ്ടരാണ്, ബാക്കി 2 പേർ അത്ര സന്തുഷ്ടരല്ല. അതായി പോയിരുന്നൊരു കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത എന്നാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ കിട്ടിയേക്കും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവചനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ പ്രവചനം ഉണ്ടെങ്കിലും അങ്ങനെ കാര്യമായ വലിയ മഴയൊന്നും കണ്ടില്ല. ഈ പ്രവചനം സത്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാര്യം അത്രത്തോളം കൊടും ചൂടാണ്. ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ 13ാമത് ഷോറൂം മൂവാറ്റുപുഴ ആവൂലിയിൽ പ്രവർത്തനം തുടങ്ങി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. മാത്യു കോഴിനാടൻ MLA മുഖ്യാതിഥിയായി. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് മാനേജിംഗ് ഡയറക്ടർ VB വിഷ്ണു ആശംസ അറിയിച്ചു. ടൈൽസിൻ്റെയും ഗ്രാനൈറ്റ്സുകളുടെയും വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. 24 തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് വൈകിട്ട് 4 മുതൽ 5 വരെയാണ്. ഇന്ന് ആലപ്പുഴയാണ് വേണുഗോപാലകൃഷ്ണൻ നയിക്കുന്ന ചർച്ച. ആലുക്കാസ് ഗ്രൗണ്ടിലാണ്. രാഷ്ട്രീയ പാർട്ടി മുന്നണി പ്രതിനിധികൾ, അവിടുത്തെ രാഷ്ട്രീയമുള്ളവർ, രാഷ്ട്രീയമില്ലാത്തവർ, ആലപ്പുഴയുടെ വികസനത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങോട്ടേക്ക് എത്തും. അങ്ങോട്ടേക്ക് എത്തണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയം പറയാം. മുന്നണി നേതാക്കളും പൊതുജനങ്ങളും ഒരുമിക്കുന്ന സംവാദവേദി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആലപ്പുഴ ആലുക്കാസ് ഗ്രൗണ്ടിൽ. മാത്രമല്ല ഇന്ന് 7 മണി മുതൽ 9 മണി വരെ നമ്മുടെ അഭിപ്രായ സർവേ, മെഗാ അഭിപ്രായ സർവേ എന്ന് പറഞ്ഞാൽ മെഗാ സാമ്പിളിംഗിൽ നടത്തുന്ന അഭിപ്രായ സർവേ 2ാം ദിവസമാണിന്ന്. ഇന്ന് പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ, പ്രവചനം അസാധ്യമാകുന്ന 4 മണ്ഡലങ്ങൾ നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും.